എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എല്ലാം ഓപ്പണിംഗ് ഹൈയിലായിരുന്നു. അതിനുശേഷം നിഫ്റ്റി കുറച്ച് ലാസ്റ്റിലോട്ട് കുറച്ച് ഇറങ്ങി വന്നു. നിഫ്റ്റി ഇവിടെ ശ്രദ്ധിച്ചറിയാം, ഓപ്പണിംഗ് R2 മുകളിലായിരുന്നു. എന്നിട്ട് കണ്ടിന്യൂസ് ഇറങ്ങി സപ്പോർട്ട് 2 വരെ വന്നിട്ട് വൺ സൈഡ് കയറിപ്പോയി. പ്രീവിയസ് ഡേ ഹൈ അടിച്ചതിന് ശേഷം വീണ്ടും തിരിച്ചതുപോലെ ഇറങ്ങുന്നത്. ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു നിഫ്റ്റിക്കകത്ത്. പ്രത്യേകിച്ച് ബാങ്കാണ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തി. ബാങ്ക് ഒരു സമയത്ത് 1500 പോയിൻറ്റിനടുത്തോളം അപ്പിൽ പോയി ബാങ്ക് നിഫ്റ്റി. ഇവിടെ നോക്കിയറിയാം, ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിങ് വന്നിട്ട് നേരെ ഏകദേശം 50,460 നിന്ന് 51,935 വരെ പോയി. ഇത് സ്പോട്ടിൻ്റെയാണ്, ഫ്യൂച്ചറിൻ്റെ അതിലും പ്രീമിയത്തിലാണ് കിടന്നത്. അപ്പോൾ അതിലും കൂടുതൽ പോയിട്ടുണ്ട്. എന്തായാലും ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ അടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഓൾമോസ്റ്റ് ഇൻഡെക്സുകളെല്ലാം ഓൾ ടൈം ഹൈ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്നത്തെ ഹൈ വരുമോ എന്ന് എനിക്കറിയില്ല. നാളെ മാർക്കറ്റ് ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റി നാളെ ഈ ഹൈ അടിച്ചാൽ നല്ല രീതിയിൽ ചിലപ്പോൾ ഇറങ്ങിപ്പോകും. ചിലപ്പോൾ അടിക്കാതെ തന്നെ തിരിച്ചിറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു വോളിയം പ്രൊഫൈൽ വെച്ചിട്ടാണെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. വോളിയം പ്രൊഫൈൽ വെച്ച് നോക്കിയിട്ടാണെങ്കിൽ ഈ 51,400 റേഞ്ചിൽ നിന്ന് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ വീക്കായി പോയി. അപ്പോൾ ശ്രദ്ധിക്കാതെ ചിലപ്പം ഈ വീണൊരു ഇതിൻ്റെ ഒരു പകുതിയോളം, അതായത് 51,600 700 റേഞ്ചിലോട്ടൊക്കെ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഇറങ്ങുന്നത്. എന്നാലും ചാൻസ് എടുക്കാം. നോക്കുക, ഓപ്ഷൻസ് ചെയ്യുന്നവർ അതിൻ്റെ അനുസരിച്ച് ആ സമയത്തെ മൂവ്മെൻറ്റിൻ്റെ അനുസരിച്ച് ചെയ്യുക. ഓക്കെ. അപ്പം ഇന്ന് നമ്മൾ 16 ഷെയറായിരുന്നു എടുത്തിരുന്നത്. 16 ഷെയറിൽ ഏകദേശം 9 ഷെയറോളം നല്ല സൂപ്പർ ചാൻസ് ഷെയർസിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു 4-5 ഷെയർ ഞാൻ കാണിക്കാം. അതിനുശേഷം നമുക്ക് നാളത്തെ ഷെയർ നോക്കാം. ആദ്യം കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലാണ് ഓപ്പൺ. പ്രീവിയസ് ഡേ ഹൈയെക്കാട്ടി കുറേ മുകളിലാണ്. 2-3 ഏകദേശം 20-25 രൂപ മുകളിൽ ഓപ്പണായി. പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങി. നമ്മളിവിടെ 2,330 റേഞ്ചിലൊക്കെ ഒരു എൻട്രി എടുത്താൽ നോക്കിയേ, 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് 130 രൂപ പ്രോഫിറ്റ്. പിന്നെ ആ മൂവ്മെൻറ്റ് ഹൈയിൽ വരും. നോക്കി ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ പല പ്രാവശ്യം ട്രേഡ് എടുക്കാൻ പറ്റും. ഈ ഫസ്റ്റ് എൻട്രി നമുക്ക് 130 രൂപ പ്രോഫിറ്റ് തരും. അതാകുമ്പോൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് 50-60 രൂപ പ്രോഫിറ്റ് അതിനകത്ത് കിട്ടുമായിരുന്നു. അതുപോലെ RK Forge എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ ഹൈ അടിച്ചു, R1 അടിച്ചു. നേരെ R1 നമ്മൾ 847 ഒരു എൻട്രി എടുത്താൽ നമുക്ക് 820, അതായത് 27 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ്. പിന്നെ തിരിച്ച് പോയി വീണ്ടും ഹൈ അടിക്കുക. ഹൈ അടിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യേണ്ടത്, നമ്മൾ വെയിറ്റ് ചെയ്യുക. ഷെയറിനകത്ത് മുകളിൽ പോകുന്നത് നോക്കുക, പോയില്ല, താഴോട്ട് വീണ്ടും ഇറങ്ങുകയാണെങ്കിൽ നമ്മളിവിടെ താഴോട്ട് ഇറങ്ങുക. അപ്പോൾ നമ്മളിവിടെ 847 വീണ്ടും എൻട്രി എടുക്കും. നമ്മുടെ സ്റ്റോപ്പ് 863 ആണ്. പക്ഷേ അതിന് ശേഷം മൂവ്മെൻറ്റ് കിട്ടിയില്ല. പക്ഷേ ലാസ്റ്റ് ടൈമിൽ 835 ഒരു 12-13 രൂപ പ്രോഫിറ്റ് ഇറങ്ങാൻ പറ്റുമായിരുന്നു രണ്ടാമത്തെ എൻട്രിയിലും. അതിനുശേഷം JNK ഇന്ത്യ എന്ന് പറയുന്ന ഷെയർ, അത് ഓപ്പണിങ്ങിൽ R1 ഇത് പ്രീവിയസ് ഡേ ഹൈ R1 ഇറങ്ങി. അതിന് ശേഷം ഇവിടെ കട്ടാവുന്നുണ്ട്. ഇവിടെ 843 നമ്മൾ എൻട്രി എടുത്താൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ 816 ഏകദേശം 35 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് വരുന്നുണ്ട്. വീണ്ടും തിരിച്ച് ആ ലെവലിന് മുകളിൽ പോയിട്ട് ഹൈ അടിക്കുന്നില്ല. പക്ഷേങ്കിൽ
വീണ്ടും തിരിച്ചിറങ്ങുന്നുണ്ട്. നമ്മളിവിടെ വീണ്ടും 843 എൻട്രി എടുത്താൽ നമുക്ക് വീണ്ടും ഒരു 17-18 രൂപ. വീണ്ടും R1 മുകളിൽ പോയിട്ട് വീണ്ടും ഇറങ്ങുന്നുണ്ട്. വീണ്ടും ഇറങ്ങുമ്പോൾ 843 വീണ്ടും ഒരു എൻട്രി എടുത്താൽ വീണ്ടും ഒരു 10-15-16 രൂപ തരുന്നുണ്ട്. പിന്നെയും തരുന്നുണ്ട്. വീണ്ടും അതിന് മുകളിൽ പോകുന്നു. തിരിച്ചിറങ്ങുമ്പോഴേ നമ്മൾ എൻട്രി എടുക്കാവുന്നേ ഉള്ളൂ. ഇവിടെ എൻട്രി എടുത്താൽ ഇവിടെ ഒരു 7 രൂപ. ഇവിടെ വീണ്ടും 43 എൻട്രി എടുത്താൽ നമുക്ക് വീണ്ടും 17-18 രൂപ. പല പ്രാവശ്യം നല്ല ഒന്നൊന്നര ചാൻസ് ഈ ഷെയർ തന്നു. അതിനുശേഷം GRSC എന്ന് പറയുന്നൊരു ഷെയർ ഓപ്പണിങ്ങിൽ അത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി അടിച്ചു. ഈ CPR ഹൈ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. കണ്ടില്ലേ, ഈ ഒരു ലൈനും കണ്ടില്ലേ? പ്രീവിയസ് ഡേ ഹൈ അടിച്ചിറങ്ങുകയാണെങ്കിൽ 1886 വരെ എൻട്രി എടുത്താൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് 1750 ഏകദേശം 90 രൂപയ്ക്ക് മുകളിൽ അത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ ഫ്ലൈ എന്ന് പറയുന്ന ഷെയർ പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇറങ്ങി. ഇവിടുന്ന് 315 എൻട്രി എടുത്താൽ 310 രൂപ ആ റേഞ്ചിലോട്ട് പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. വേറെ ഷെയറുകളുണ്ട്. ജയന്ത് ഓർഗാനിക്. പിന്നെ ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാരസ് ഡിഫൻസ് ഒക്കെ ഭയങ്കര പ്രോഫിറ്റ്, ഹെവി പ്രോഫിറ്റ് കൊടുത്തതിന് എൻട്രി എടുത്തവർക്കൊക്കെ. അത് ഇതുകൊണ്ടില്ലേ, R2 റേഞ്ചിൽ നിന്ന് ഇറങ്ങുന്ന 1506 എൻട്രി എടുത്ത് ആയിരുന്നെങ്കിൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ 1390 വരെ വന്നു. അതായത് 110 രൂപയുടെ മുകളിൽ പ്രോഫിറ്റ് വന്നു. എല്ലാ ഷെയറും നല്ല ചാൻസ് ആയിരുന്നു. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ 2-3 ഷെയറുണ്ട്. എല്ലാം സെയിം മൂവ്മെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ കാണിച്ചിട്ട് കാര്യമില്ല. എല്ലാം സെയിം 4-5 കാണിച്ചല്ലേ ഇപ്പോൾ. അപ്പോൾ നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളെ നമ്മൾ 16 ഷെയറാണ് എടുത്തേക്കുന്നത്. നാളത്തേനെ ഈ 16 ഷെയറിൽ നമ്മൾ നോർമൽ പറയുന്ന പോലെ ഈ പ്രീവിയസ് ഡേ ഹൈയോ R1, R2, R3 റേഞ്ച് വന്നിട്ട് ഇറങ്ങുന്ന ഷെയർ നമ്മൾ എവിടെയാണോ ഫസ്റ്റ് റിവേഴ്സ് ആവുന്നത് ആ സമയത്ത് ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കുക. ഇപ്പം ഇതിനകത്ത് ഈ ഇക്സിഗോ എന്ന് പറയുന്ന ഈ ഷെയർ ഇന്നലെ ലിസ്റ്റായ ഷെയർ. അപ്പോൾ ഇന്നലെ 93 രൂപയ്ക്ക് വന്ന ഷെയർ 2 ദിവസം തന്നെ അത് 100% മുകളിൽ ഇത് കൊടുത്തു. ഇന്ന് ഇച്ചിരി കറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് നാളെ ഈ ആവറേജ് റേഞ്ച്, ഈ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് ചാൻസ് എടുക്കാം. ഈ ഷെയറിനകത്ത് ചാൻസ് എടുക്കാം. അതുപോലെ വേറെ ഈ IDP ആരിയൊക്കെ ഹൈ അടിച്ചിട്ടോ അല്ല R1 പോയിട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. യൂഫ്ലെക്സ് നോക്കുക. യൂഫ്ലെക്സ് R1 ഹൈയും പ്രീവിയസ് ഡേ ഹൈയും R1 തമ്മിൽ ഏകദേശം അടുത്തത്. ഈ റേഞ്ച് പോയിട്ട് 2 റേഞ്ചും തട്ടി താഴോട്ടിറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. പിന്നെ സൺടെക് റിയാലിറ്റി ശ്രദ്ധിക്കുക. സൺടെക് റിയാലിറ്റി ഹൈ അല്ലെങ്കിൽ R1 റേഞ്ചിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ 2 നല്ല ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. സൂര്യറോഷിനി R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. പിന്നീട് ഈ വിൻ മെഷീൻ ശ്രദ്ധിക്കുക. ഇന്ന് ഓപ്പണിങ്ങിൽ അത് അപ്പർ സർക്യൂട്ടിന് അടുത്ത് പോയിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് തിരിച്ച് കയറി വന്ന് അപ്പർ സർക്യൂട്ട് അടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ ഷെയറിനകത്ത് വന്നിട്ട് എനിക്ക് തോന്നുന്നു നാളെ മിക്കവാറും ഇത് 10% ASM ലിസ്റ്റോ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഈ 2 R2 റേഞ്ചിൽ നിന്നൊക്കെ ഇറങ്ങുന്നതാണ്ട ചാൻസ് എടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കും ആ ഷെയർ. ഫിനോ ബാങ്ക് നല്ല ഒരു ചാൻസ് കിട്ടുമായിരിക്കും. ഈ R1 വന്നിറങ്ങുമായിരുന്നെങ്കിൽ നോക്കി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളത്തേനുള്ള ഷെയറുകൾ നോക്കി നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും. ഇന്നും നല്ല രീതിയിൽ ആൾക്കാർ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ഞാനും എടുത്തിട്ടുണ്ട്. നോർമൽ സ്ഥിരം എടുക്കുന്ന പ്രോഫിറ്റ് ഇന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കി ചെയ്ത് നമ്മുടെ റിസ്ക് റിവാർഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ നാളെ എന്ന് ആശംസിക്കുന്നു. ബൈ.